രാമൻപിള്ള സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതും നമ്മുടെ BJP കേരളത്തിന്റെ ചരിത്രവും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇത് രണ്ടും ഒന്നാണ്. ഇന്ന് പാർട്ടിന്റെ സ്ഥിതി, പാർട്ടിന്റെ ഒരു ഗ്രോത്തും വളർച്ച കാണുമ്പോൾ ഇതിന് പിന്നിൽ രാമൻപിള്ള സാറിന്റെ കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടും ഉണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. ഗവർണർ സാറ് ഞാൻ എഴുതിയ ഒരു ഫ്രേസ് മുമ്പോട്ട് വെച്ചു. എന്റെ മനസ്സിൽ, എന്റെ ചിന്തയില് അതൊരു ഏറ്റവും ആപ്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. ഈ തലമുറ, ഈ രാമൻപിള്ള ജിന്റെ സാറിന്റെ ഒരു ജനറേഷൻ ഓഫ് ലീഡേഴ്സ് അവർ പാർട്ടിനെ വളർത്തി ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി എത്രയോ കാര്യങ്ങളും ചെയ്തു, അധ്വാനിച്ചു. അതിന്റെ ഒപ്പം അവരൊരു ജനറേഷൻ ഓഫ് ഗിവേഴ്സ്, കൊടുക്കുന്നൊരു ജനറേഷൻ, കൊടുക്കുന്നൊരു തലമുറ. എന്തു കൊടുത്തു? എല്ലാം. പേഴ്സണൽ ലൈഫ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവര് ഈ ജനറേഷൻ ആണ് ശരിക്കും സാക്രിഫൈസ് ചെയ്തത്. കൊടുത്തു, ഐഡിയോളജി തന്നു, ഒരു കാഴ്ചപ്പാട്, നാടിനു വേണ്ടി ഒരു നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഞാൻ 19-20 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തില് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അടൽ ബിഹാരി വാജ്പേയിജി, LK അഡ്വാണിജി, നാനാജി ദേശ്മുഖ് ജി, രാമൻപിള്ള സാർ, O രാജഗോപാൽ ജി, ഇവരെല്ലാവരും ഒപ്പം കുറച്ചെങ്കിലും സമയം അവരുടെ പിന്തുണ, അവരുടെ അനുഗ്രഹം, അവരുടെ അടുത്ത് പഠിക്കാൻ എന്റെ ജീവിതത്തിൽ ഈ അവസരം കിട്ടിയത് ഇനി ഞാൻ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ജനറേഷൻ, കൊടുക്കുന്ന ജനറേഷൻ ആണ് ഇന്നിപ്പോ 2025 നമ്മൾ ഇരിക്കുമ്പോൾ ഒരു വികസിത ഭാരതം അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ, ഈ ഒരു കോൺഫിഡന്റ് ഇന്ത്യന്റെ ഒരു കൾച്ചർ, അതിനെ കുറിച്ചെല്ലാം ഒരു ഗൗരവമായിട്ട് ഒരു അഭിമാനം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഫൗണ്ടേഷൻ എല്ലാം ലേ ചെയ്തത് രാമൻപിള്ള സാറും അദ്ദേഹത്തിന്റെ വേറെ O രാജഗോപാൽജിയും, ഇങ്ങനെ നമ്മുടെ ജനറേഷനായി. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇന്നും ഞാൻ അദ്ദേഹം ആദ്യത്തെ തവണ ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് 4 പുസ്തകം തന്നു. അതെല്ലാം മലയാളത്തിലായിരുന്നു. എനിക്ക് മലയാളം വായിക്കാൻ അറിയും, പക്ഷെ ഒരു മലയാളം ബുക്ക് വായിക്കാൻ ഒരു 3 ദിവസം എടുക്കും, ഇംഗ്ലീഷ് ബുക്ക് വായിക്കാൻ ഒരു 4 ദിവസം. അപ്പൊ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതെന്ന് മനസ്സിലായി. അന്ന് പണ്ട് കാലത്ത് അദ്ദേഹം പറഞ്ഞ് എഴുതിയ കോൺസെപ്റ്റ്സ് ഇന്നും എത്രയോ റെലവെന്റ് ആണ്. ഞാൻ എവിടെ ഒരു കമന്റ് വായിച്ചു. രാഷ്ട്രത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടറും ഈ ലോവസ്റ്റ് ലെവൽ ഇലക്ഷൻ മത്സരിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിന് സക്സസ് കിട്ടില്ല. അത് അദ്ദേഹം പണ്ട് ഞാനൊരു പാരഫ്രൈസ് ചെയ്യാണ്, ആ തോട്ട് മുമ്പോട്ട് വെച്ചു. ഇന്നും ഞങ്ങൾ വികസിത ഭാരതം ഈ വികസിത കേരളം കൺവെൻഷൻ ചെയ്യുമ്പോൾ ഇന്നും ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കോണ്ടെക്സ്റ്റിൽ പാർട്ടി ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോ അന്ന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ശരിക്കും ഒരു രാഷ്ട്രീയം ഇന്നും റെലവെന്റ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ആരുമില്ല എന്നും പറയാം. പക്ഷേ
ഒരു ഐഡിയൽ പോളിറ്റീഷ്യൻ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വിമർശവും തർക്കവും നുണയും തറിയും എല്ലാം പറയുന്ന രാഷ്ട്രീയം കാണുമ്പോൾ അത് സമ്പത്തിന്റെ പാർട്ടി, പിന്നെ രാഹുൽ ഗാന്ധിന്റെ പാർട്ടി, കുറച്ച് ഞങ്ങളും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ രാമപിള്ള സാറും ഒ രാജ്ഭുവാജിന്റെ സമയത്ത് ഒരു കോൺടെസ്റ്റ് ഓഫ് ഐഡിയാസ്, ഒരു ബാറ്റിൽ ഓഫ് ഐഡിയോളജീസ് ആയിരുന്നു. ആ സമയത്തല്ല ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കോൺഗ്രസും ലെഫ്റ്റും ഭരിക്കുന്ന സമയത്ത് അക്രമവും മറ്റു എത്രയോ ചാലഞ്ചസ് ഉള്ള സമയത്ത് അന്ന് രാമപിള്ള സാർ പാർട്ടിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു എളുപ്പ ഒരു കാര്യം ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും പറയാം. ആ സമയത്ത് BJP സെന്ററിലും ആയിരുന്നില്ല. അപ്പോ ആ ഒരു കൺസ്ട്രെയിന്റ് സമയത്ത് ഐഡിയോളജിക്കലി കൺസിസ്റ്റന്റ് ആയി ചിന്തയും കാഴ്ചപ്പാടിലും ഒരു വേവർ ചെയ്യാണ്ട് ഒരു രാഷ്ട്രീയം, ഒരു പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു ലീഡർ ആയിരുന്നു അദ്ദേഹം, ആണ് അദ്ദേഹം. അത് എനിക്കും ഇന്നത്തെ BJP-ക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് ഇപ്പൊ ഒരു പുതിയ തലമുറ ആര് യൂത്തിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാവാവണോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു കരിയർ വേണമെന്ന് ചോദിച്ചാൽ ഒരു 80% അവർ പറയും വേണ്ട, നിങ്ങളുടെ ആവശ്യം അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. യൂത്ത് ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ മറന്നു ഇരിക്കുകയാണ്. അവർക്ക് വേണ്ട. യൂത്ത് പാർട്ടിസിപ്പേഷൻ പോളിറ്റിക്സിൽ ഇന്ന് ഏറ്റവും ലോ ആണ്, ഹിസ്റ്റോറിക്കലി ഏറ്റവും ലോ ലെവലിൽ എത്തിയിട്ടുണ്ട്. അവർ ഡെമോക്രാറ്റിക് പ്രോസസ്സിലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസിൽ രാമപിള്ള സാർ അതുപോലെ ഒരു ഒരു ഐഡിയ വെക്കുന്ന, ഒരു സിവിലൈസ്ഡ് ഡിസ്കോഴ്സ് ചെയ്യുന്ന, പോളിറ്റിക്സ് ഒരു ശത്രുത അല്ല, പക്ഷെ ഒരു 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 ബാറ്റിൽ ഫീൽഡാണ് ഐഡിയന്റെയും ഡെവലപ്മെന്റ് വിഷന്റെയും. അത് ഇന്നില്ല, കാണാനില്ല. അതുകൊണ്ടാണ് ഇന്ന് യൂത്തും പുതിയ ഈ തലമുറ രാഷ്ട്രം വിട്ട് രാഷ്ട്രത്തിന്റെ എതിരെ, അത് റാപ്പിന്റെ സോങ് ആണോ പോയിട്രി ആണോ, അവര് രാഷ്ട്രത്തിന്റെ എതിരെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം, ലൈഫ്, അദ്ദേഹത്തിന്റെ വർക്ക് ഇന്നും പാർട്ടിക്ക് എത്രയോ ഇൻസ്പിറേഷൻ തന്നൊരു ഒരു ലൈഫ് ആയിരുന്നു. ചിന്ത, പഴയ ചിന്ത ഇന്നത്തെ ഇന്ന് ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് അവസാനം പറയാൻ, ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് വായിച്ചതായിരുന്നു, എവിടെ വായിച്ചതാണ്, a leader is decided, the quality of leader is decided by how much his opponents respect him. ആ കാര്യത്തിൽ രാമപിള്ള സാർ റിപ്പോർട്ട് കാർഡിൽ, റെസ്പെക്ടിന്റെ റിപ്പോർട്ട് കാർഡിൽ 100% മാർക്ക് അദ്ദേഹത്തിന് കിട്ടും. ഞാൻ ഒരിക്കൽ കൂടി രാമപിള്ള സാർ എല്ലാവിധ ആശംസകൾ. ഇതേപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണം, പിന്തുണ വേണം, പാർട്ടിനെ സഹായിക്കണം, പാർട്ടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഈ വികസിത കേരളം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ താങ്കളുടെ എല്ലാവിധ പിന്തുണയും അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.